കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുമ്പോൾ ദുബായിൽ കലോത്സവ ഓർമ്മകളിലാണ് മുൻ കലാതിലകം രാധിക നാരായണൻ. വർഷങ്ങളോളം യുവജനോത്സവ വേദികളിലെ താരമായിരുന്ന രാധിക ഇപ്പോൾ ദുബായിലും കലാമേഖലയിൽ സജീവമാണ്. ഓരോ കലോത്സവകാലം എത്തുമ്പോഴും കോഴിക്കോട് സ്വദേശി രാധിക നാരായണന്റെ മനസ്സ് വർഷങ്ങൾക്ക് പുറകിലെത്തും. ഒരിക്കൽ താൻ ഉൾപ്പെടെ വേദിയിലെത്തിയിരുന്ന ആ മനോഹര കാലത്തിന്റെ ഓർമ്മകളിൽ മുഴുകും. കലോത്സവം എന്നാൽ അത്രമേൽ ജീവനാണ് രാധികയ്ക്ക്. പഠനകാലത്ത് 5 വർഷം തുടർച്ചയായി ജില്ലാ കലാതിലകവും 2 വർഷം സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി കലാതിലകവുമായിരുന്ന രാധിക അന്ന് കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു. LKGയിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് രാധികയ്ക്ക് വേദികളോടും കലയോടുമുള്ള ഇഷ്ടം. കഥകളി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കഥാപ്രസംഗം, മോണോ ആക്ട് തുടങ്ങി പങ്കെടുക്കുന്ന ഓരോ ഇനങ്ങൾക്കും വിജയികളായവരുടെ പേരുകളിൽ ആദ്യം രാധികയുടെ പേരുണ്ടാകും. ഓരോ കലോത്സവങ്ങൾക്കുമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ എത്രയോ തവണ പോയതിന്റെ അനുഭവങ്ങൾ ഇന്നും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാധികയ്ക്ക്. ഞാൻ 5 വർഷം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അതിൽ 2 വർഷം കലാതിലകമായിരുന്നു ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്ത്. 5 വർഷം കോഴിക്കോട് ജില്ലാ കലാതിലകമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ശരിക്കും തിരിച്ച് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു എഫക്റ്റാണ് നമുക്ക്. മനസ്സും നമ്മളെല്ലാവരും വീണ്ടും ചെറുതായിട്ട് ആ മത്സരവും ആ ദിവസത്തെ തിരക്കും ആ ദിവസം നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നാണ് കലോത്സവ ദിവസങ്ങൾ. UAയിലെ തിരക്കുള്ള നൃത്താധ്യാപികയാണ് ഇന്ന് രാധിക. പ്രവാസ ജീവിത തിരക്കുകളിലും കലയെ മുറുകെ പിടിക്കുകയാണ് ഇന്നും ഈ കലാകാരി. നേരിട്ട് കലോത്സവ വേദികളിൽ എത്താനായില്ല എങ്കിലും ഇപ്പോഴും മനസ്സ് മുഴുവൻ അവിടെയാണെന്ന് പറഞ്ഞു വെക്കുന്നു രാധിക. ഞാൻ കലയാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഞാനിപ്പം സോഹം എന്നുള്ളൊരു ഡാൻസ് ആൻഡ് യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ദുബായിൽ നടത്തുന്നുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പം എല്ലാ പ്രാവശ്യവും നാട്ടിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാംസും കാണാൻ പോകാറുണ്ടായിരുന്നു. ഈ വർഷം പോവാൻ ഇവിടുത്തെ പ്രവാസി ആയതുകൊണ്ട് അതിൻ്റെ ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട് മാത്രം പോകാൻ പറ്റിയില്ല. പക്ഷേ ഇത് നടക്കുന്ന ഇന്നലെ ദിവസം മുതൽ മോഹിനിയാട്ടമാണെങ്കിലും ഇന്നത്തെ പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാം ഇരുന്ന് TV-യിലിരുന്ന് എല്ലാ ന്യൂസും അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.